അങ്ങനെ വിഷുവിന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് വീണ്ടും അട കഴിക്കാൻ ആഗ്രഹം തോന്നിയത് കേട്ടോ. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വീട്ടിലാണെങ്കിൽ പ്ലാസിന്റെ ഇലയും ഇല്ല, അതുപോലെ തന്നെ വാഴയുടെ ഇലയും ഇല്ല. ഇനിയിപ്പോൾ അട എങ്ങനെ ഉണ്ടാക്കുന്ന ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്താണെങ്കിൽ ചാമ്പക്കയുടെ ഇല കണ്ടത്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചേ. അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ശർക്കര നുറുക്കിയതും അതുപോലെ നമ്മുടെ തുമ്പപ്പൂ പോലെ ഇരിക്കുന്ന നമ്മുടെ തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ ചാമ്പക്കയുടെ ഇലയിൽ കുറച്ച് അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഏറ്റവും വലിയ ഇലകൾ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പറിച്ചെടുത്തത്. അതിലോട്ട് ഇതാ നല്ല അത്യാവശ്യം വലിയ ഉരുള നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലയ്ക്ക് ലെങ്ത് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയിൽ പരത്തിയെടുത്താലാണ് ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ അതിലിട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നമുക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലോട്ട് ഇതാ സാധാ പോലെ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ പച്ച ഇല ഉണ്ടായിരുന്നതെല്ലാം വാടി വേറെ എന്തോ ഒരു കളറായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നേ.